ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ഉരുളക്കിഴങ്ങും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും എന്നാൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ പുഴുങ്ങി തോലൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്ത് ഈ പൊട്ടറ്റോയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബ്രെഡ് എടുക്കാം. ഞാനിവിടെ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിവിടെ കുഴച്ചെടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെള്ളം ഒഴിച്ചത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നോക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് കിട്ടണം. ബ്രെഡൊക്കെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ബ്രെഡും ഉരുളക്കിഴങ്ങും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിഞ്ചളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം കൈകൊണ്ട് ഓരോ ഉരുളകളായി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഈ രീതിയിൽ ഒന്ന് കൈവെള്ളയിൽ വെച്ച് പരത്തി ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് ഒന്നായിട്ട് പറക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് 2 സൈഡും ഒരേപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ ഒരുപാടങ്ങ് കൂടിപ്പോയാൽ പുറമേ കരിഞ്ഞ് ഉൾവശം വേവുകയില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. 2 വശവും ഒരുപോലെ മൊരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരി മാറ്റുകയാണ്. നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.